അടുത്ത വീഡിയോയിൽ അതായത് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. ഇത് ഫസ്റ്റ് മൊഡ്യൂളിലെ 3rd പാർട്ടാണ് കേട്ടോ. അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദി എൻവലപ്പ് ഓഫ് എയർ ഓൺ ദി എർത്ത് സർഫസ് ഓർ ബൈ ദ വെയ്റ്റ് ഓഫ് എയർ എക്സേർട്ടഡ് ഓൺ ദി എർത്ത് സർഫസ്. അതായത് എർത്തിൻ്റെ സർഫസിൽ നമ്മളൊരു എൻവലപ്പ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ എൻവലപ്പിനകത്തുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എയർ എത്രമാത്രം പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ടോ എർത്തിൻ്റെ സർഫസിൽ, അതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ടേം തന്നെയാണ്, പഠിച്ചിട്ടുള്ള ടേമാണ്. ആസ് ദ എലിവേഷൻ ഇൻക്രീസസ് ദർ ആർ എക്സ്പൊണൻഷ്യലി ഫ്യൂവർ ആൻഡ് ഫ്യൂവർ എയർ മോളിക്യൂൾസ്. നമ്മൾ അതായത് മൗണ്ടൈനിയസ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴേക്കും മോളിക്യൂൾസ് വളരെ കുറഞ്ഞു വരികയാണ് അല്ലേ. ദെയർഫോർ അറ്റ്മോസ്ഫറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അതായത് നമ്മളുടെ ആ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട്, അതായത് നമ്മുടെ ആ ഒരു ഹൈറ്റ് എലിവേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. A 1 m² column of air would weigh about 101.3 kilonewton. അതായത് ഒരു m² ഏരിയയുള്ള ഒരു എയറിൻ്റെ കോളം, ഓക്കെ, അങ്ങനെ ഒന്ന് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സേർട്ട് ചെയ്യുന്ന എർത്തിൻ്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് 101.3 kilonewton ആണ്. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ, ഇറ്റ് ഈസ് എ യൂണിറ്റ് പ്രഷർ and is precisely equal to 101.325 പാസ്കൽ. അത്രയും പാസ്കലിന് തുല്യമാണ് ഒരു യൂണിറ്റ് പ്രഷർ എന്ന് പറയുന്നത്. ദിസ് വാല്യൂ is intended to represent the mean sea level pressure at the latitude of Paris, France, and as a practical matter truly reflects the mean sea level pressure for many of the industrialized nations, those with latitudes similar to Paris. It is denoted by the simple ATM. Atmospheric pressure ATM എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. The atmospheric pressure varies with altitude of place, temperature and other weather conditions. A pressure of 1 atmosphere can measure at sea level is SI unit as atmospheric pressure at sea level at 15 degrees Celsius is equal to 1.01325 bar, which is equal to 101.3 kilonewton per meter square, which is again equals 101.3 kilopascal. Also, atmospheric pressure head is 760 millimeters of mercury or torr. That unit is also known as torr. The atmospheric pressure head is 10.33 meter of water. സാധാരണ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 101.3 കിലോ പാസ്കലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ 760 millimeter ഓഫ് മെർക്കുറി അല്ലെങ്കിൽ ടോർ എന്നാണ് പറയുക. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് 10.33 മീറ്റർ ഓഫ് വാട്ടർ. 10.33 മീറ്റർ ഓഫ് വാട്ടറിന് എന്ത് വെയിറ്റ് ഉണ്ടോ അത്രയും വെയിറ്റാണ് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മെഷർമെൻറ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ബാരോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം എല്ലാവർക്കും അല്ലേ, ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു വേർഡാണത്, ബാരോമീറ്റർ. ഇറ്റ് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് atmospheric pressure, that is force exerted on the surface of unit area by the weight of the atmosphere. Because this force is transmitted equally in all directions through any fluid, it is most easily measured by observing the height of column of liquid that by its weight exactly balances the weight of the atmosphere. As water barometer is
far too large to be used conveniently. Liquid mercury, however, is 13.6 times as heavy as water, and the column of the mercury sustained by normal atmospheric pressure is only about 760 millimeters height. An ordinary mercury barometer consists of a glass tube of about 840 millimeter height, enclosed at the upper end and open at its lower. When the tube is filled with mercury and open end placed in a cup full of the same liquid, the level in the mercury falls to a height of about 760 millimeter above the sea level in the cup, leaving an almost perfect vacuum at the top of the tube. Variations in the atmospheric pressure cause the liquid in the tube to rise or fall by small amounts, rarely below 737 millimeter or above 775 millimeter at the sea level. From the elementary principles of hydrostatics, atmospheric pressure is given by P atmosphere is equal to rho into G into H, where rho is the density of mercury 13.6 into 10 raised to 3 kilogram per m cube, and H is the barometric reading. ഇവിടെ ബാരോമെട്രിക് റീഡിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ബാരോമീറ്ററിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കണ്ടെയ്നർ ഉണ്ടായിരിക്കും, അതിനകത്തേക്ക് ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് മെർക്കുറി, അതിനകത്തോട്ട് നമ്മളൊരു മെർക്കുറി നിറച്ചിട്ടുള്ളൊരു ട്യൂബ് നമ്മൾ അതിനകത്തേക്ക് ഇമ്മേഴ്സ് ചെയ്ത് വെക്കുകയാണ്. അത് ഇമ്മേഴ്സ് ചെയ്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും. സോ ദാറ്റ് നമ്മളത് ചെയ്യുന്ന സമയത്ത് മുകളിലെ ടോപ്പിലൊരു ഹൈറ്റ് എന്തായാലും കാണും അല്ലേ. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് ഇതിൽ എത്ര റീഡിങ് കാണിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1 millimeter ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ് അല്ലേ. റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ 13.6 ആണ് റോ എന്ന് പറയുന്നത്, ഇൻറ്റു 10 raised to 3 ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എസ് ആണ് 13.6, മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് 13.6, ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റോ കിട്ടുന്നു, ഇൻറ്റു 9.81 ഇൻറ്റു 1 millimeter മെർക്കുറിയുടെ എത്ര പ്രഷർ എന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 133.416 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ അത്രയും പാസ്കൽ എന്നുള്ളത് കിട്ടി. ഇനി യൂണിറ്റ് ഓഫ് 1 millimeter ഓഫ് മെർക്കുറി പ്രഷർ ഈസ് കോൾഡ് ടോർ. 1 millimeter മെർക്കുറിയുടെ പ്രഷർ എത്രയാണോ അതിനെയാണ് നമ്മളൊരു ടോർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 millimeter ഓഫ് എച്ച് ജി ആണ്, വിച്ച് ഈസ് ഈക്വൽസ് 133.416 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അടുത്ത വരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഗേജ് പ്രഷർ, വാക്വം പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ എന്നിങ്ങനെയുള്ളത്. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രഷർ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രഷർ വിച്ച് ഈസ് മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രഷർ മെഷറിംഗ് ഡിവൈസ് ഇൻ വിച്ച് അറ്റ്മോസ്ഫറിക് പ്രഷർ ആസ് ഡാറ്റം. അറ്റ്മോസ്ഫറിക് പ്രഷറിനെ അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രഷർ മെഷറിംഗ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അറ്റ്മോസ്ഫറിക് പ്രഷർ ഓൺ സ്കെയിൽ ഈസ് മാർക്ക്ഡ് ആസ് 0. അറ്റ്മോസ്ഫറിക് പ്രഷറിനെ നമ്മൾ സ്കെയിലിൽ 0 ആയിട്ടാണ് സാധാരണ കാണിക്കുക. താഴെ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് കണ്ടാൽ അറിയാം, അബ്സല്യൂട്ട് 0 പ്രഷർ. ഓക്കെ, അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് നമ്മൾ, അതായത് ഏറ്റവും ബേസ് ലൈൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി വാക്വം പ്രഷർ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ ബിലോ അറ്റ്മോസ്ഫറിക് പ്രഷർ. അറ്റ്മോസ്ഫറിക് പ്രഷറിന് താഴെ വരുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാക്വം പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രഷർ ബിലോ അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാക്വം ഗേജ് വിത്ത് അറ്റ്മോസ്ഫറിക് പ്രഷർ ആസ് ഡാറ്റം, ഓൾസോ നോൺ ആസ് നെഗറ്റീവ് പ്രഷർ. ഓക്കെ, നെക്സ്റ്റ് അബ്സല്യൂട്ട് പ്രഷറാണ്. നമ്മളുടെ ഗേജ് പ്രഷറിൻ്റെ അതുപോലെ തന്നെ സം ഓഫ് ദി അറ്റ്മോസ്ഫറിക് ആൻഡ് ഗേജ് പ്രഷറാണ് നമ്മളുടെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതിൽ കാണിച്ചിട്ടുള്ളതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, പ്രഷർ കാണിച്ചിട്ടുണ്ട്, അബ്സല്യൂട്ട് 0 പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് നമ്മളുടെ
താഴെ നിന്ന് മെഷർ ചെയ്യുന്നത്. ഗേജ് പ്രഷറാണ് മേലേക്കുള്ളത്, വാക്വം പ്രഷറാണ് ഇത്. ഓക്കെ, ഇത് അബ്സല്യൂട്ട് പ്രഷർ ആയത് എങ്ങനെയാണ്? അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് വാക്വം പ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഇത്രയല്ലേ നമ്മളുടെ അബ്സല്യൂട്ട് പ്രഷർ വരത്തുള്ളൂ. അതേസമയം ഗേജ് പ്രഷറിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, അതേ പ്ലസ് ഗേജ് പ്രഷറാണ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ പ്രഷർ ഹെഡ് OGH എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ഇക്വേഷൻ വെച്ചിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം ആണ്. അതിൽ വാട്ട് ആർ ദി ഗേജ് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് അബ്സല്യൂട്ട് പ്രഷർ അറ്റ് എ 0.3 meter ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഹാവിംഗ് ഡെൻസിറ്റി ഓഫ് 1.53 × 10⁻³ kg/m³. If the atmospheric pressure is equivalent to 750 millimeter of mercury, specific gravity of the mercury is 13.6 and density of water is 1000 kg/m³. Depth of the liquid is equal to ρ1, which is equal to 1.53 × 10⁻³ kg. Atmospheric pressure head H is equal to 750 mm. നമുക്കിതെല്ലാം തന്നിട്ടുള്ള വാല്യൂസ് ആണ്. മെർക്കുറിയുടെ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് 13.6 ആണ്, വാട്ടറിൻ്റെ 1000 ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ρ × G × H1 ആയിരിക്കും. എല്ലാത്തിൻ്റെയും വാല്യൂസ് നമുക്ക് അറിയാവുന്നതാണ്. അറിയാവുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് ഗേജ് പ്രഷർ കിട്ടി. ഇനി അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് ഈക്വൽ ടു ρm × GH ആണ് അല്ലേ? ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്രയാണ് നമ്മളുടെ എച്ച് മെർക്കുറിയുടെ എത്രയാണ് 0.75 ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അറ്റ്മോസ്ഫിയറിക് പ്രഷറും കിട്ടും. അങ്ങനെയാണെങ്കിൽ പി അബ്സല്യൂട്ട് പ്രഷർ ഇസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയർ പ്ലസ് പി എ വിച്ച് ഇസ് ഈക്വൽ ടു 145089.9 Nm/m² എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കുള്ളത് പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് ലോ ആണ് നെക്സ്റ്റ് വരുന്നത്. അതിനകത്ത് എന്താണ് പാസ്കൽസ് ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയുന്നുണ്ടായിരിക്കും പാസ്കൽ ലോ ഒക്കെ എല്ലാവരും നമ്മുടെ സ്കൂൾ ഡേയ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? എ ചേഞ്ച് ഇൻ ദ പ്രഷർ അപ്ലൈഡ് ടു ആൻ എൻക്ലോസ്ഡ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് undiminished to every point of the fluid and to the walls of the container. അതായത് എൻക്ലോസ് ചെയ്തിട്ട് ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡിൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പ്രഷറിൽ ഒരു തരി പോലും പോവാതെ എന്ത് ചെയ്യും? അതെല്ലാം അതിൻ്റെ വാൾസിലേക്കും മറ്റ് എല്ലാ പോയിൻറ്റിലേക്കും എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് നമ്മുടെ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പോൾ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡെപ്ത് H ആൻഡ് ഓൺ ദ വാല്യൂ ഓഫ് P0 അറ്റ് ദ സർഫസ്. അതായത് അവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മളുടെ ലിക്വിഡിൻ്റെ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻറ്റിലത്തെ പ്രഷർ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റിലേക്കുള്ള ഡെപ്തും അതേപോലെ തന്നെ അതിൻ്റെ സർഫസിൽ മറ്റെന്തെങ്കിലും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സും കൂടെ വരും അല്ലേ? അതാണ് P0 എന്ന് പറയുന്നത്. ഇനി അപ്പോൾ PH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും P0 + ρgH ആണ്, ആണല്ലോ. ഓൾ ദ പോയിൻറ്റ്സ് വിത്ത് ദ സെയിം ഡെപ്ത് ഹാവ് ദ സെയിം പ്രഷർ. ഇപ്പോൾ H എന്ന് പറയുന്ന ഡെപ്തിലുള്ള എല്ലാ പോയിൻറ്റിലും ഒരേ പ്രഷർ തന്നെയായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇഫ് എ പിസ്റ്റൺ ഈസ് അറ്റാച്ച്ഡ് ആഡഡ് വിത്ത് ദ ഏരിയ എ, പ്രഷർ ഓൺ ദ സർഫസ് ഇൻക്രീസസ്. ഇപ്പോൾ അതേ കണ്ടെയ്നറിൽ, നമ്മുടെ മേളിൽ കാണിച്ച ഇതേ കണ്ടെയ്നറിൽ നമ്മൾ ഇതുപോലൊരു പിസ്റ്റൺ കൂടെ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ പിസ്റ്റൺ കൂടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറച്ചും കൂടി കൂടും, ആണല്ലോ. അപ്പോൾ പ്രഷർ ഓൺ ദ സർഫസ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ ΔP. അതായത് ΔP എന്ന് പറയുന്ന ആ ചേഞ്ച് ഇൻ പ്രഷറാണ്. ഒരു അഡീഷണൽ പ്രഷർ വന്നില്ലേ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരിക? എക്സ്ക്യൂസ് മീ.
അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ കണ്ടെയ്നറിൻ്റെ മേലെ നമ്മളൊരു പിസ്റ്റൺ വെച്ച് കഴിയുമ്പോൾ ഒരു ഇൻക്രീസ് ഇൻ പ്രഷർ ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് P0 പ്ലസ് ഡെൽറ്റ പി ആയിരിക്കും. അതാണ് PEXT എന്നിട്ടുള്ളത് എക്സ്റ്റേണൽ പ്രഷറാണ്. അതേപോലെ തന്നെ അപ്പോൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ, അതായത് ആ പോയിന്റിലേക്കുള്ള ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ P0 പ്ലസ് ഡെൽറ്റ പി പ്ലസ് ρGH ആയിരിക്കും വരിക, ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഈ ഒരു കേസ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഒരു ചെറിയ വോളിയുള്ള ഒരു ഭാഗമുണ്ട്, ഇത്തിരി വലിയ വോളിയുള്ള ഭാഗമുണ്ട്. അതായത് ഏരിയ നോക്കിയാലും മതി. ഇവിടെ 10 cm² ആണ്, ഇതേസമയം ഇവിടെ 250 cm² ആണ്. അങ്ങനെയെങ്കിൽ അതുപോലെ ഇവിടെ സ്മോൾ എം തന്നിട്ടില്ല, ഇവിടുത്തെ ഒരു എം നമുക്ക് തന്നിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് 25 kg ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തുണ്ടാകുന്ന പ്രഷർ പാസ്കൽ ലോ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തുണ്ടാകുന്ന ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ് വരേണ്ടത്, ആണല്ലോ. അപ്പോൾ M1/A1 = M2/A2 ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ M1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 25/250 × 10 = 1 kg. ഇതാണ് നമുക്ക് വരുന്നത്. ക്ലിയർ? ഇനി വോളിയം ഓഫ് ലിക്വിഡ് പുഷ്ഡ് ഡൗൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഈക്വൽസ് ദ വോളിയം പുഷ്ഡ് അപ്പ് അറ്റ് ദി റൈറ്റ് സൈഡ്. ഈ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹൈഡ്രോളിക് ജാക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? വണ്ടിയെല്ലാം നമ്മൾ സർവീസ് ചെയ്യുന്നിടത്തൊക്കെ കണ്ടിട്ടുണ്ടാവുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F1 എന്ന ഫോഴ്സ് നമ്മളിവിടെ ചെറിയൊരു ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ F2 നമുക്ക് അത് അത്രയും വലിയൊരു പ്രഷറായിട്ട് നമുക്കിവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിലും താഴേക്ക് വരുന്ന വോള്യം എന്ന് പറയുന്നത്, താഴേക്ക് വരുന്ന ലിക്വിഡിൻ്റെ വോള്യം എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ മുകളിലേക്ക് പോയിട്ടുള്ള വോള്യത്തിന് ഈക്വൽ ആയിരിക്കും. വോള്യം എന്ന് പറയുമ്പോൾ എന്താണ്? ഏരിയ ഇൻറ്റു ആ ഹൈറ്റ് ആണ് അല്ലേ? അപ്പോൾ A1 × Δx1 that will be equal to A2 × Δx2 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Δx2 / Δx1 എന്ന് പറയുന്നത് that will be equal to A1/A2 which is equal to F1/F2. ഇത്രയും കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്കിനി നോക്കി നോക്കാം. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ F1 ആണ്, F1 × Δx1 ആണ്. ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? രണ്ട് സൈഡിലും നടക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ F2 × Δx2 ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? എനർജി ലോസ് സംഭവിക്കുന്നില്ല. കൺസർവേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു ലോ നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റി. ഇനി അക്കോർഡിംഗ് ടു പാസ്കൽ ലോ പ്രകാരം എന്താണ്? ΔP1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ΔP2. അപ്പോൾ P1 P2 എന്ന് പറയുമ്പോൾ എന്ത് വരും? F1/A1 which is equal to F2/A2. അതിൽ നിന്ന് F2 is equal to F1 × A2/A1. ഇതിൽ A2 എന്ന് പറയുന്നത് A1-നേക്കാളും വളരെ വളരെ കൂടുതലായിട്ടുള്ള ഏരിയയാണ്, അതായത് റൈറ്റ് സൈഡിലെ ഏരിയ. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? എ വെരി സ്മോൾ F1 ക്യാൻ പ്രൊഡ്യൂസ് എ ലാർജ് F2. അതായത് നമുക്കിവിടെ ചെറിയ ഒരു പ്രഷർ F1 കൊടുത്താലും ഇവിടുത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന F2 എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണ്? നമ്മുടെ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A2 എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അതാണ് ശരിക്കും നമ്മുടെ ഈ ഹൈഡ്രോളിക് ജാക്കൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഒരു ചെറിയൊരു അസൈൻമെൻ്റ് ആണ്, നിങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈഡ്രോളിക് ഡിവൈസസ് യൂസിങ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഹൈഡ്രോളിക് ഡിവൈസസിൻ്റെ ലിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു നേരത്തെ തന്നിട്ടുള്ള ഒരു 7 ക്വസ്റ്റ്യൻ ഉണ്ട്, 7-8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. നിങ്ങളുടെ ഒരു അസൈൻമെൻ്റ് ആണ്, അത് മറക്കാതെ ചെയ്യണം. സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റും കാര്യങ്ങളും ഞാൻ പിന്നീട് പറയാം. ചെയ്ത് വെക്കുക. എന്തായാലും സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യാനായിട്ട് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം. ഓക്കെ, ഇനി ഫ്ലൂയിഡ് പ്രഷർ മെഷർമെൻറ്റ്സ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഓക്കെ, 20 minutes ആയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.